വല്ലാത്തൊരു മുമ്പേൽ അലീനയുടെ മുൻപിൽ പൗലോസിനെ മുട്ടുകുത്തിച്ച് സ്റ്റാൻലി. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, ദിനം പ്രതി അലീന പൗലോസ് യുദ്ധം കൂടിക്കൂടി വരികയാണല്ലോ. പൗലോസ് ആണെങ്കിൽ ഏതാണ്ട് സ്വന്തം വീട്ടിലെ അടുക്കള മാതിരിയാണ് പെരുമാറുന്നത് എന്ന് കാണാൻ കഴിയും. അതായത് ഇത് തൻ്റെ അടുക്കളയാണ്, തൻ്റെ അനുവാദമില്ലാതെ ഇവിടേക്ക് ആരും പ്രവേശിക്കരുത്, ഇവിടെ ഒന്നും ചെയ്യരുത് എന്നുള്ള ഒരു കൽപ്പന പൗലോസിൻ്റെ മുഖത്തുണ്ടല്ലോ. പക്ഷേ പൗലോസ് ചെയ്യുന്ന പണിയോ എല്ലാം വെട്ടി വാരി എറിഞ്ഞ് നമ്മുടെ അടിക്കാൻ വരുന്ന ജോലിക്കാരിക്ക് എടുത്തു കൊടുക്കുകയാണ്. അരി തുടങ്ങി പയർ തുടങ്ങി എല്ലാ സാധനങ്ങളും ദിവസവും ജോലിക്കാരിക്ക് എടുത്തു കൊടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അതുതന്നെയാണ് അലീനയെ നല്ല രീതിയിൽ ദേഷ്യം പിടിപ്പിക്കുന്നത് എന്ന് കാണാം. പപ്പയുടെ സ്വത്തുക്കൾ പപ്പയറിയാതെ തന്നെ തൻ്റെ ജോലിക്കാർ എടുത്തു കൊണ്ടുപോവുകയാണ്. അതാണ് അലീന തെറ്റായിട്ട് കാണുന്നത്. കൂടാതെ ഒരുപാട് ഭക്ഷണം വേസ്റ്റാക്കി കളയുന്നു. അതുമൊരു തെറ്റാണെന്ന് അലീന മനസ്സിലാക്കുന്നു, ബോധിക്കുന്നു. കാരണം അലീന വളർന്നതും ഒരു അനാഥാലയത്തിലല്ലേ. അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിൻ്റെ വില നന്നായിട്ടറിയാവുന്ന അലീന നല്ല രീതിയിൽ തന്നെ പൗലോസിനെ നേർവഴിക്ക് നടത്താനായിട്ട് ഒരുങ്ങുകയാണ്. അങ്ങനെ പൗലോസിന് എന്തെയാണ്, അലീനയോട് പ്രതികാരം ചെയ്യണം, അലീനയുടെ സൂക്കേട് തീർക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പൗലോസാണെങ്കിൽ ഡ്രൈവർ വാങ്ങിക്കൊണ്ടുവരുന്ന വലിയ മീൻ വെറുതെ ഒരു ചെറിയ ഒരു നടുക്കഷ്ണം മാത്രം എടുത്ത് ബാക്കിയൊക്കെ വേസ്റ്റാണെന്ന് പറഞ്ഞ് വെട്ടി നുറുക്കി നമ്മുടെ ജോലിക്കാരിയുടെ സഞ്ചിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതേ സമയം അലീന അത് വെറുതെ വിടുമോ? അലീന പൗലോസിനോട് പറയാണ്, ചേട്ടാ മര്യാദയ്ക്ക് ആ സഞ്ചിയിലിട്ടത് എടുത്തു വെക്കാനായിട്ട് നോക്ക് എന്ന് പറയുമ്പോൾ, കുഞ്ഞേ അതൊന്നും എന്നെക്കൊണ്ട് കഴിയില്ല എന്ന് പറയാൻ കേട്ടോ. അത് കേട്ടതും നമ്മുടെ അലീന പറയുന്നുണ്ട്, എങ്കിൽ പിന്നെ ചേട്ടൻ ഇത് എടുത്ത് വെച്ചിട്ട് ഇവിടെ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ ചേട്ടൻ ഇന്ന് തന്നെ ഇവിടുന്ന് പൊക്കോ എന്ന് പറയാൻ കേട്ടോ. അത് കേട്ട ഡ്രൈവറും പൗലോസും ഞെട്ടുന്നുണ്ട്. അത് കുഞ്ഞല്ലല്ലോ പറയേണ്ടത്, അത് ആരാ, സാറല്ലേ, കേണൽ സാബല്ലേ എന്ന് ചോദിക്കുമ്പോൾ കേണൽ സാബ് അത് തന്നെ പറയും എന്ന് പറയുന്നത് കാണാൻ കഴിയും. അല്ലെങ്കിൽ ഞാൻ പറയിക്കും, ഞാൻ സ്റ്റാലിൻ്റെ മകളാണെങ്കിൽ, നിങ്ങളുടെ കേണൽ സാബിൻ്റെ മകളാണെങ്കിൽ നിങ്ങളെ ഞാൻ പറഞ്ഞു വിടും എന്ന് പറയുന്നത് കാണാൻ കഴിയും. എൻ്റെ പപ്പയെ പോലെ തന്നെ എനിക്കും ഇവിടെ അധികാരമുണ്ടെന്ന് അലീന ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, ഇതേ സമയം വല്യപ്പച്ചൻ വരുന്നുണ്ട് അവിടേക്ക്. വല്യപ്പച്ചൻ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, എന്താ പ്രശ്നമെന്ന് ചോദിക്കുന്നത് കാണാൻ കഴിയും. കണ്ടില്ലേ വല്യപ്പച്ച, വലിയൊരു മീൻ മേടിച്ചിട്ട് കൊണ്ടുവന്നിട്ട് ആകെ എടുത്തിരിക്കുന്നത് ഒരു ഇഞ്ച് മാത്രം, ഒരു ഇഞ്ച് നടുക്കഷ്ണം മാത്രമാണ് എടുത്തിരിക്കുന്നത്. ബാക്കിയെല്ലാം വെട്ടിയെരിഞ്ഞ് ദേ ഈ ചേച്ചിയുടെ സഞ്ചിയിലിട്ട് വെച്ചിരിക്കുകയാണ് ഈ പൗലോസേട്ടൻ എന്ന് പറയുന്നു. ഇതേ സമയം വല്യപ്പച്ചനാണെങ്കിൽ അങ്ങോട്ട് ദേഷ്യം വരാണ്. എന്താടാ, നിൻ്റെ അപ്പൻ്റെ സ്വത്ത് വല്ലതുമാണോടാ ഇങ്ങനെ വെട്ടിയെരിഞ്ഞ് കാട്ടിക്കളയാനായിട്ട്? നിൻ്റെ അപ്പൻ സമ്പാദിച്ചതാണോടാ എന്ന് ചോദിച്ച് പൗലോസിനെ പൊളിച്ചടുക്കുകയാണ്. സഹികെട്ട പൗലോസ് അടുക്കളയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോവുകയാണ്. തുടർന്ന് സ്റ്റാൻലി വന്നു കയറുമ്പോൾ തന്നെ പൗലോസ് ഇന്ന് ചെയ്യുന്നത് പോലെ തന്നെ നാളെയും ചെയ്യുകയാണ്. അലീനയുടെ പരാതി, കുറ്റമൊക്കെ പറയുകയാണ് സ്റ്റാലിൻ്റെ അടുത്ത്. ഇതേ സമയം സ്റ്റാൻലി വീണ്ടും അലീനയുടെ അടുത്തേക്ക് വരികയാണ്. അലീന, നീ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എന്ന് ചോദിച്ചുകൊണ്ടാണ് നമ്മുടെ സ്റ്റാൻലി അലീനയുടെ അടുത്തേക്ക് ചെല്ലുന്നത് കേട്ടോ. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ അലീന പറയുന്നുണ്ട്, എന്താവശ്യമില്ലാത്ത കാര്യം ചെയ്തെന്നാ പപ്പ ഈ പറഞ്ഞു വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ, നീ എന്തിനാ അടുക്കളയിൽ പോകുന്നേ? അടുക്കളയിലാവുമ്പോൾ കുറച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെ കളഞ്ഞെന്ന് വരും, അതൊന്നും നിന്നെ സംബന്ധിക്കുന്ന കാര്യമേ അല്ല. ഒരുപാട് പണമുണ്ട് നമുക്ക്,
ഞാൻ ഒരുപാട് ഭക്ഷണം കഴിക്കുന്ന ആളാണ്. ഒരുപാട് സാധനങ്ങൾ എൻ്റെ മേശയ്ക്ക് ചുറ്റും എപ്പോഴും ആവശ്യമാണ് എന്ന് പറയുമ്പോൾ പപ്പ പണ്ടും അങ്ങനെ തന്നെയായിരുന്നല്ലോ. പപ്പ ഇവിടെ ലാവിഷായിട്ട് അടിച്ച് പൊളിച്ച് ജീവിക്കുമ്പോൾ 4 നേരം അതൊക്കെ വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിക്കുമ്പോൾ പപ്പയുടെ മകൾ അവിടെ അനാഥാലയത്തിൽ ഒരു തരി ഭക്ഷണത്തിനായിട്ട് കാത്തിരിക്കുകയായിരുന്നു എന്ന് പറയുന്നു. അത് പപ്പയ്ക്ക് ഓർമ്മിക്കാൻ പോലും കഴിയോ എന്ന് ചോദിക്കുന്നത് കാണാം. ഞാൻ പലതവണ അനാഥാലയം, ഓർഫണേജ് എന്നൊക്കെ പറയുമ്പോൾ ആ ചിന്തകളല്ലേ പപ്പയെ ക്ഷുഭിതനാക്കുന്നത് എന്നും അലീന ചോദിക്കുന്നു. ഇതേ സമയമാണെങ്കിൽ സ്റ്റാലിൻ്റെ മിണ്ടാട്ടം മുട്ടിപ്പോകുന്നു. ഇപ്പം എന്താ നിൻ്റെ പ്രശ്നം എന്ന് ചോദിക്കുന്നു. എൻ്റെ പ്രശ്നം വേറൊന്നുമല്ല, ഭക്ഷണം പാഴാക്കി കളയുന്നതാണ്. കൂടാതെ സാധന സാമഗ്രികളെല്ലാം എടുത്ത് വെറുതെ കൊടുക്കുന്നതാണ് വല്ലവർക്കും. ഇതെല്ലാം പപ്പ അറിയുന്നുണ്ടോ എന്ന് അലീന ചോദിക്കുകയാണ്. ഇതേ സമയം പപ്പയെയും കൊണ്ട് സ്റ്റാലിനെയും കൊണ്ട് അലീന നേരെ കിച്ചണിലേക്ക് പോകുന്നു. കിച്ചണിൽ ചെന്നിട്ട് മീൻ വെട്ടിയത് കാണിച്ചു കൊടുക്കുന്നു. വലിയൊരു മീൻ വെട്ടിയിട്ട് ആകെ 1 ഇഞ്ചുള്ള നടുക്കഷ്ണം എടുത്ത് ബാക്കിയെല്ലാം ഇവിടെ മുറ്റമടിക്കാൻ വരുന്ന ചേച്ചിയുടെ സഞ്ചിയിലിട്ട് കൊടുക്കുകയാണ്. ഇത് എല്ലാ ദിവസവും ഇത് തന്നെയാണ് ചെയ്യുന്നത്. കൂടാതെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ദിവസവും വാരി കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. പപ്പ ഇതൊന്നും അറിയുന്നില്ലേ എന്ന് ചോദിക്കുന്നു. ഇതാണോ പപ്പയുടെ ചിട്ടകൾ, പപ്പ പറയുന്നതനുസരിച്ച് ജീവിക്കുന്ന ജോലിക്കാർ എന്ന് ചോദിക്കുന്നു. അത് കേട്ടതും സ്റ്റാലി ആകെ തകർന്നു പോവുകയാണ്. അലീന പറയുന്നതും ശരിയാണെന്ന് സ്റ്റാലിന് മനസ്സിലാകുകയാണ്. സ്റ്റാലിൻ കയർത്തുകൊണ്ട് പൗലോസിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട്, എടാ പൗലോസേ, നീ ഇത്രയും നാൾ എന്താടാ ചെയ്തത് എന്ന് ചോദിക്കുന്നു. എന്താ സാബ് എന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ മോള് എൻ്റെ കണ്ണ് തുറപ്പിച്ചടാ, നിങ്ങളെല്ലാവരും കൂടി എൻ്റെ പൈസ നശിപ്പിക്കുകയായിരുന്നല്ലേ എന്ന് ചോദിക്കുമ്പോൾ പൗലോസ് ഞെട്ടിപ്പോവുകയാണ്. തുടർന്ന് വല്യപ്പച്ചൻ പറയുന്നുണ്ട്, എടാ ഇവൻ്റെ അപ്പൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മാതിരി ഇവൻ്റെ സ്വത്തുമാതിരി എല്ലാം കണ്ടറും കുണ്ടറും വെട്ടി നശിപ്പിക്കുകയായിരുന്നു. അലീന മോള് എൻ്റെ ചിന്നമ്മ ഇത് കണ്ടുപിടിച്ചത് ഇവർക്ക് അത്ര പിടിച്ചില്ല, അതുകൊണ്ടാണ് ഇവരിങ്ങനെയൊക്കെ പെരുമാറുന്നത് അവളോട് എന്ന് പറയുന്നു. ഇവരുടെ ലക്ഷ്യം അവളെ ഇവിടെ നിന്ന് ഓടിപ്പിക്കുകയാണ് എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നു വല്യപ്പച്ചൻ. അപ്പോഴാണെങ്കിലുണ്ടല്ലോ സ്റ്റാലിൻ അങ്ങോട്ട് പോകുകയാണ്. സ്റ്റാലിൻ പറയുന്നുണ്ട്, നിനക്ക് ഈ ജോലി ഇവിടെ വേണമെങ്കിൽ ഇനി അലീനയെ അനുസരിച്ച് അലീനയോട് മാപ്പ് ചോദിച്ചതിന് ശേഷം നീ അടുക്കളയിൽ കയറിയാൽ മതി, അല്ലെങ്കിൽ ഇപ്പം ഇറങ്ങിക്കൊള്ളണമെന്ന് പറയുമ്പോൾ നമ്മുടെ പൗലോസ് ആകെ പെട്ടുപോവാൻ കേട്ടോ. പൗലോസാണെങ്കിൽ ഇങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയും ഒടുവിൽ അലീനയുടെ അടുത്ത് പോയി മാപ്പ് പറയുകയും ചെയ്യുമ്പോൾ പൗലോസ് അലീനയുടെ കീഴിലായി മാറുന്ന കാഴ്ചയും കാണാം.